ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്നൊരു ടോപ്പിക്കാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സാമ്പത്തിക ചിന്തകൾ. സ്വതന്ത്ര ഇന്ത്യയുടെ ആ ഒരു ഫൗണ്ടേഷൻ, ആ സാമ്പത്തിക അടിത്തറയിട്ടത് എങ്ങനെയായിരുന്നു, ആ ചിന്തകൾ എന്തൊക്കെയായിരുന്നു, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നമ്മൾ ഈ വിഷയം ഒരു 6 ഭാഗങ്ങളായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ നെഹ്റു നേരിട്ട ആ ഒരു സാഹചര്യം എന്തായിരുന്നു, ആ വെല്ലുവിളികൾ, പിന്നെ അദ്ദേഹത്തിന്റെ ഫിലോസഫി, മിശ്ര സമ്പദ്വ്യവസ്ഥ എന്ന ആശയം, പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഇന്ത്യ എന്ന ആ ഒരു സ്വപ്നം. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന് കിട്ടിയ വിമർശനങ്ങൾ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കി നമുക്കിത് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. നെഹ്റു നേരിട്ട വെല്ലുവിളികൾ. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെയൊരു സാമ്പത്തിക നയം കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ ആദ്യം അറിയണം, അല്ലേ? ഒരു മിനിറ്റ് ശ്രദ്ധിക്കൂ. ഇത് വെറുതെ പറയുന്നതല്ല. ഈ കാണുന്നില്ലേ, ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു ചോദ്യപേപ്പറിലെ ചോദ്യമാണ്. നെഹ്റുവിന്റെ സാമ്പത്തിക മോഡലിന്റെ പ്രധാന വിമർശനം എന്തായിരുന്നു എന്നുള്ളത്. നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഇതിന്റെ പെർഫെക്റ്റ് ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് ശ്രദ്ധ കൊടുത്ത് കേൾക്കണം കേട്ടോ. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ള ഇന്ത്യയുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. ശരിക്കും ഒരു തകർച്ചയുടെ വക്കിലായിരുന്നു രാജ്യം. സമ്പദ്വ്യവസ്ഥയെന്നൊന്നില്ല, എല്ലായിടത്തും ദാരിദ്ര്യം. പിന്നെ കൃഷിയിൽ നിന്നുള്ള ഉൽപ്പാദനം വളരെ വളരെ കുറവ്. വ്യവസായങ്ങളോ, അത് തീരെയില്ലെന്ന് തന്നെ പറയാം. ഇങ്ങനെയൊരു രാജ്യത്തെയാണ് നെഹ്റുവിന് കയ്യിൽ കിട്ടുന്നത്. ആ വെല്ലുവിളി എത്ര വലുതാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോൾ നെഹ്റുവിന്റെ ഈ സാമ്പത്തിക ചിന്തകൾ എവിടെ നിന്നാണ് വന്നത്? അതിന് പ്രധാനമായും 3 ഇൻഫ്ലുവൻസസ് ഉണ്ടായിരുന്നു. 1, ബ്രിട്ടനിലെ ഫേബിയൻ സോഷ്യലിസം. 2, സോവിയറ്റ് യൂണിയന്റെ ആ ഒരു സെൻട്രൽ പ്ലാനിംഗ് മോഡൽ. പക്ഷേ ഏറ്റവും പ്രധാനം മൂന്നാമത്തേതാണ്. അതായത് ഇന്ത്യയുടെ അപ്പോഴത്തെ ആ ഒരു സവിശേഷ സാമൂഹിക സാമ്പത്തിക സാഹചര്യം. ഈ 3ഉം കൂടിച്ചേർന്നാണ് അദ്ദേഹത്തിന്റെ പോളിസികളും ഉണ്ടായത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. അദ്ദേഹത്തിന്റെ ഫിലോസഫി എന്തായിരുന്നു? അദ്ദേഹം ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആയിരുന്നു. അത് കമ്മ്യൂണിസമല്ല, ക്യാപിറ്റലിസവുമല്ല. ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം കണ്ടെത്തിയൊരു പ്രത്യേക ആശയമായിരുന്നു അത്. അപ്പോൾ എന്താണ് ഈ ജനാധിപത്യ സോഷ്യലിസം? വളരെ സിമ്പിളായി പറഞ്ഞാൽ, രാജ്യത്തിനാവശ്യമുള്ള പ്രധാനപ്പെട്ട വ്യവസായങ്ങളൊക്കെ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യും. എന്നാൽ അതേസമയം പ്രൈവറ്റ് കമ്പനികൾക്കും പ്രവർത്തിക്കാൻ അവസരം കൊടുക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം നടക്കുന്നത് ഒരു ജനാധിപത്യ രീതിയിലായിരിക്കും. അതാണ് അതിലെ ഡെമോക്രാറ്റിക് എന്ന വാക്കിന്റെ അർത്ഥം. ഈ സ്ലൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, നെഹ്റു എന്തുകൊണ്ടാണ് ഒരു മിഡിൽ പാത്ത്, ഒരു മധ്യമാർഗം തെരഞ്ഞെടുത്തതെന്ന് ഇത് വ്യക്തമാക്കും. ഒരു സൈഡിൽ അനിയന്ത്രിതമായ മുതലാളിത്തം, അത് ചൂഷണത്തിനും പണം കുറച്ചുപേരുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നതിനും കാരണമാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. മറുഭാഗത്തോ സോവിയറ്റ് മോഡൽ കമ്മ്യൂണിസം. അവിടെ പ്രൈവറ്റ് എന്നൊരു സംഭവമേ ഇല്ല. അതും അദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല. അങ്ങനെയാണ് ഈ രണ്ടറ്റങ്ങൾക്കും ഇടയിലുള്ളൊരു വഴി അദ്ദേഹം തെരഞ്ഞെടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ പ്രധാന പോളിസികൾ എന്തൊക്കെയായിരുന്നു? 1, സ്ട്രാറ്റജിക് ആയിട്ടുള്ള സെക്ടറുകൾ, അതായത് ഇരുമ്പ്, ഉരുക്ക്, ഊർജം പോലുള്ളവ സർക്കാരിന്റെ ഉടമസ്ഥതയിലാക്കി. പിന്നെ കർഷകർക്കു വേണ്ടി ഭൂപരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവന്നു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മിനിമം കൂലി നടപ്പിലാക്കി. അതിനേക്കാളൊക്കെ പ്രധാനമായി IITകൾ പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങി ഉന്നത വിദ്യാഭ്യാസത്തിനും ടെക്നോളജിക്കും വലിയ പ്രാധാന്യം നൽകി. ശരി, ഇനി അടുത്ത സെക്ഷൻ 3, ഇന്ത്യയുടെ മിശ്ര സമ്പദ്വ്യവസ്ഥ. ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ പ്രായോഗികമായി എങ്ങനെയാണ് നടപ്പിലാക്കിയത്? അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് അന്ന് 2 തൂണുകളായിരുന്നു. 1, പബ്ലിക് സെക്ടർ, അതായത് സ്റ്റീൽ, എനർജി, ബാങ്കിംഗ്, റെയിൽവേസ്, ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് തന്നെ നേരിട്ട് നടത്തും. എന്തിനാണെന്നോ, പ്രൈവറ്റ് കമ്പനികൾ കുത്തകകളാകുന്നത് തടയാൻ. രണ്ടാമത്തെ തൂണ് പ്രൈവറ്റ് സെക്ടർ, സാധാരണ കൺസ്യൂമർ സാധനങ്ങൾ, കൃഷി, ചെറുകിട വ്യവസായങ്ങൾ, ഇതിലൊക്കെ സ്വകാര്യ വ്യക്തികൾക്ക് പ്രവർത്തിക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഗവൺമെന്റിന്റെ കർശനമായ നിയന്ത്രണങ്ങളുണ്ടായിരിക്കും. ഈ നിയന്ത്രണങ്ങളിൽ ഏറ്റവും കുപ്രസിദ്ധമായ ഒന്നായിരുന്നു ലൈസൻസ് രാജ്. എന്തായിരുന്നു ലൈസൻസ് രാജ്? ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങണമെങ്കിലോ, ഉള്ളത് വികസിപ്പിക്കണമെങ്കിലോ, എന്തിന് ഒന്ന് പ്രവർത്തിപ്പിക്കണമെങ്കിൽ പോലും ഗവൺമെന്റിന്റെ ഒരു ലൈസൻസ് വേണമായിരുന്നു. ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ലൈസൻസ് രാജ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കൂ, ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഈ ലൈസൻസ് രാജിനൊരു നല്ല ലക്ഷ്യമുണ്ടായിരുന്നോ? എന്താണത്? കുത്തകകളെ തടയുക, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് രാജ്യത്തിന് ആവശ്യമുള്ള രീതിയിൽ നിയന്ത്രിക്കുക. ഇതൊക്കെയായിരുന്നു ഉദ്ദേശ്യം. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ്? ഇത് വലിയ രീതിയിലുള്ള അഴിമതിക്ക് വഴിവെച്ചു. പിന്നെ റെഡ് ടേപ്പ് അഥവാ ചുവപ്പ് നാട് എന്ന് നമ്മൾ പറയുന്ന ഫയലുകൾ നീങ്ങാത്ത അവസ്ഥയുണ്ടായി. ഇത് നമ്മുടെ സാമ്പത്തിക വളർച്ചയെ വല്ലാതെ പിന്നോട്ട് വലിച്ചു. അപ്പോൾ 4ാമത്തെ ഭാഗത്തേക്ക് കടക്കാം.
ഒരു വ്യാവസായിക ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്ന നെഹ്റുവിൻ്റെ ആ ഒരു വലിയ വിഷൻ. ഇന്ത്യയുടെ പുരോഗതിയുടെ അടിസ്ഥാനം വ്യവസായവൽക്കരണമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. നെഹ്റുവിന്റെ കാഴ്ചപ്പാടിന്റെ ഒരു സംഗ്രഹം ഈ വാക്കുകളിലുണ്ട്. അതായത്, ആധുനികവും സമ്പന്നവുമായ ഒരു ഇന്ത്യ വേണമെങ്കിൽ അതിന്റെ അടിത്തറ ഘനവ്യവസായങ്ങളാണ്. ദാരിദ്ര്യം മാറ്റണമെങ്കിൽ ഇത് കൂടിയേ തീരൂ. അദ്ദേഹത്തിനറിയാമായിരുന്നു, കൃഷി കൊണ്ട് മാത്രം ഇത്രയും വലിയൊരു രാജ്യത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് വ്യവസായവൽക്കരണം ഒരു കോംപ്രമൈസുമില്ലാത്ത കാര്യമായിരുന്നു. ഈയൊരു വിഷൻ യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം ചെയ്തത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, PSUകൾ അഥവാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുപാട് തുടങ്ങി. 2, രാജ്യത്ത് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ തുടങ്ങി. ഭക്രാനങ്കൽ ഡാം, ഹിരാക്കുഡ്, ദാമോദർ വാലി പ്രോജക്റ്റ് ഇവയൊക്കെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇത് വ്യവസായങ്ങൾക്ക് കരണ്ടും കർഷകർക്ക് വെള്ളവും നൽകി. ഇനി പഞ്ചവത്സര പദ്ധതികളുടെ കാര്യം നോക്കാം. അവിടെ വളരെ തന്ത്രപരമായൊരു മാറ്റം കാണാം. ഇത് പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട പോയിന്റാണ്. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഫോക്കസ് മുഴുവൻ കൃഷിയും ഗ്രാമവികസനവുമായിരുന്നു. എന്നാൽ 2ാമത്തെ പ്ലാനായപ്പോഴേക്കും ഫോക്കസ് മുഴുവനായി മാറി. ഊന്നൽ പൂർണ്ണമായും ഹെവി ഇൻഡസ്ട്രികളിലേക്ക്, അതായത് ഘനവ്യവസായങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ ഭാഗത്തേക്കെത്തിയിരിക്കുന്നു: വിമർശനങ്ങൾ. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ആദ്യം കണ്ട പരീക്ഷാ ചോദ്യം? അതിന്റെ ഉത്തരം ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോ നെഹ്റുവിന്റെ മോഡലിന്റെ ഫലങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താം. ശ്രദ്ധിക്കുക, ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നില്ലേ? ഇതാണ് നിങ്ങളുടെ പരീക്ഷാ ചോദ്യത്തിനുള്ള ഉത്തരം. അതുകൊണ്ട് അടുത്ത സ്ലൈഡിൽ വരുന്ന പോയിന്റുകൾ വളരെയധികം ശ്രദ്ധയോടെ കേൾക്കുകയും ഓർമ്മിച്ചു വയ്ക്കുകയും ചെയ്യുക. ശരി, അപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രധാന വിമർശനങ്ങൾ? ഒന്നാമത്തേത്, ഇതുതന്നെയാണ് നമ്മുടെ പരീക്ഷാ ചോദ്യത്തിന്റെ ഉത്തരം: ഉദ്യോഗസ്ഥ തലത്തിലെ കാര്യക്ഷമതയില്ലായ്മ അഥവാ ബ്യൂറോക്രാറ്റിക് ഇൻഎഫിഷ്യൻസി. ഈ സർക്കാർ നിയന്ത്രണം കാരണം മിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലോടാൻ തുടങ്ങി. രണ്ടാമതായി, കൃഷിയെ അവഗണിച്ചു എന്നുള്ളത്. ഹെവി ഇൻഡസ്ട്രീസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ ഇന്ത്യയുടെ നട്ടലായ കൃഷിക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ല. മൂന്നാമത്തേത്, സ്വകാര്യ മേഖലയുടെ മുരടിപ്പ്. ഈ ലൈസൻസ് രാജ് കാരണം പുതിയ ആശയങ്ങൾ വരാതായി, സ്വകാര്യ കമ്പനികളുടെ വളർച്ച നിന്നുപോയി. അവസാനമായി നമുക്ക് 6ാമത്തെ ഭാഗത്തേക്ക് കടക്കാം: നെഹ്റുവിന്റെ സാമ്പത്തിക പൈതൃകം. നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്തുവെച്ച് നോക്കുമ്പോൾ എന്താണ് ബാക്കിയാവുന്നത് എന്ന് നോക്കാം. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. 1947 തുടങ്ങിയ ഈ നെഹ്റുവിയൻ മോഡൽ 1991 നമ്മൾ സാമ്പത്തിക ഉദാരവൽക്കരണം തുടങ്ങുന്നതുവരെ ഇന്ത്യയെ നയിച്ചു. അതായത് ഏകദേശം 40 വർഷത്തിലധികം. പ്ലാനിംഗ് കമ്മീഷൻ വന്നതും പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയതുമെല്ലാം ഈ കാലഘട്ടത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: ആധുനിക ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറ പാകിയത് നെഹ്റുവാണ്. അതിലൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന ഈ സർക്കാർ നിയന്ത്രിത മോഡലിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അത് ചില തിരിച്ചടികൾക്കും കാരണമായി. അതുകൊണ്ട് നേട്ടങ്ങളും കോട്ടങ്ങളുമുള്ള ഒരു പൈതൃകമാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. പോകുന്നതിന് മുൻപ് നിങ്ങൾക്കായൊരു ചോദ്യം. ഇത്രയധികം പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിലും 1947 ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുതിയതായി സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യക്ക് നെഹ്റുവിന്റെ ഈ നയങ്ങൾ ഒരു പക്ഷേ അത്യാവശ്യമായ ഒരു ചുവടുവെപ്പായിരുന്നില്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാവർക്കും പരീക്ഷയ്ക്ക് വിജയാശംസകൾ.